Dear students, now we can see some theorems on convergence, and then after that we can do some problems. First theorem, if sigma k equal to 1 to infinity ak and sigma k equal to 1 to infinity bk converge, ഈ രണ്ട് സീരീസും കൺവെർജൻ്റ് ആവുമെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ പ്ലസ് ബി കെ കൺവെർജസ്. ആൻഡ് രണ്ട് സീരീസും കൺവെർജൻ്റ് ആവുമെങ്കിൽ അതിൻ്റെ സമ്മും കൺവെർജൻ്റ് ആവും. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ പ്ലസ് ബി കെ equal to sigma k equal to 1 to infinity ak plus sigma k equal to 1 to infinity bk ആയിരിക്കും കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി ഇൻറ്റു എ കെ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഒരു സീരീസ് വരുന്നത് സി ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി കോൺസ്റ്റൻ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സി ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ കൊറോളറിയിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ട് നമുക്ക് പറയാം. ഈ തിയറത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു റിസൾട്ട് ഒരു ഡൈവർജൻറ്റ് സീരീസ് ആണെങ്കിൽ ആ ഡൈവർജൻറ്റ് സീരീസിൻ്റെ നോൺ സീറോ മൾട്ടിപ്പിൾ ഡൈവർജ് ആവുന്നു. മനസ്സിലായോ? ഇഫ് എ സീരീസ് ഈസ് ഡൈവർജൻറ്റ് ദെൻ നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് എ ഡൈവർജൻറ്റ് സീരീസ് ഓൾസോ ഡൈവർജസ്. എന്താണ്? എവരി നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് എ divergent series diverges. and രണ്ടാമത്തെ ഒരു കാര്യം ആലോചിക്കേണ്ടത് സിഗ്മ എ എൻ കൺവെർജസ് ആൻഡ് സിഗ്മ ബി എൻ ഡൈവർജസ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എ എൻ പ്ലസ് ബി എൻ ആൻഡ് സിഗ്മ എ എൻ മൈനസ് ബി എൻ ഡൈവർജസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. വേണ്ട, പ്രൂഫ് വേണമെന്നില്ല നിങ്ങൾക്ക്. അടുത്തൊരു തിയറം നോക്കാം നമുക്ക്. അതായത് nth ടേം ടെസ്റ്റ് ആണ്. അതായത് ഇഫ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ converges, then limit n tends to infinity an equal to 0. ഒരു സീരീസ് കൺവെർജ് ചെയ്യുമെങ്കിൽ അതിൻ്റെ nth ടേം ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. പക്ഷേ ഒരു സീരീസിൻ്റെ nth ടേം ടെൻസ് ടു ലിമിറ്റ് ഓഫ് nth ടേം ടെൻസ് ടു 0 ആയതുകൊണ്ട് ആ സീരീസ് കൺവെർജ് ചെയ്യണമെന്നില്ല. കൺവെർജ് ചെയ്യുമെങ്കിൽ എന്തായാലും അതിൻ്റെ nth ടേം ടെൻസ് ടു 0 ആയിരിക്കും എന്നുള്ളതാണ് ഇത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ പ്രൂഫ്. ഒരു സീരീസ് കൺവെർജൻ്റ് ആയതുകൊണ്ട് എന്താണ് നമുക്കറിയാം, ഒരു സീരീസ് ഇൻഫിനൈറ്റ് സീരീസ് കൺവെർജൻ്റ് ആണ് എങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവെർജ് ചെയ്താൽ മതി. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഞാൻ എസ് എൻ എന്താ എഴുതാം? എസ് എൻ ഈക്വൽ ടു ഞാൻ എഴുതാം a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് a n എഴുതാം. എസ് എൻ മൈനസ് 1 എന്തായിരിക്കും? a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് a n മൈനസ് 1 ആയിരിക്കും. അപ്പോൾ എസ് എൻ മൈനസ് a n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് എൻ നിന്ന് എസ് എൻ മൈനസ് 1 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് a n കിട്ടുക അല്ലേ? a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് a n മൈനസ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് a n മൈനസ് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് a n കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a n എന്താ വരിക? ഈക്വൽ ടു therefore limit
n tends to infinity an എന്താ വരിക ഈക്വൽ ടു ലിമിറ്റ് n tends to infinity sn minus sn minus 1 വരും. That is equal to limit n tends to infinity sn minus limit n tends to infinity sn minus 1 വരും. പിന്നെ നമുക്കറിയാം ഒരു സീരീസ് കൺവെർജ് ചെയ്യുമെങ്കിൽ എന്താണ് ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു സം ആയിരിക്കുമല്ലോ. ലിമിറ്റ് n tends to infinity കൺവെർജ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറയാം ലിമിറ്റ് n tends to infinity sn എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെ ലിമിറ്റ് n tends to infinity sn minus 1ഉം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ, എസ് ആയിരിക്കും രണ്ടും. അപ്പോൾ ഈക്വൽ ടു എസ് മൈനസ് എസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഒരു സീരീസ് കൺവെർജ് ചെയ്യുമെങ്കിൽ ഇൻഫൈനൈറ്റ് സീരീസ് കൺവെർജ് ചെയ്യുമെങ്കിൽ അതിൻ്റെ nth ടേം ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതൊരു പ്രോബ്ലം നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ. എക്സാമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് കൺസിഡർ ചെയ്യാം. One plus 1 by 2 plus 1 by 2 plus 1 by 4 plus 1 by 4 plus 1 by 4 plus 1 by 4 plus etc. plus 1 by 2 raised to I plus 1 by 2 raised to I plus etc. plus 1 by 2 raised to I plus etc. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ 1 by 2ൻ്റെ 2 ടേംസ് ഉണ്ട് അല്ലേ, 2 raised to 1 ടേംസ് ഉണ്ട്. 1 by 4 plus 1 by 4 plus 1 ഇത് എത്ര ടേംസ് ഉണ്ട്, 2 സ്ക്വയർ ആണ്. 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ 2 സ്ക്വയർ ടേംസ് ഉണ്ട്. അടുത്ത 1 by 2 ക്യൂബ് 1 by 8 plus 1 by 8 plus 1 by 8 plus എത്ര ഉണ്ടാവും, 2 ക്യൂബ് ടേംസ് ഉണ്ടാവും. അതുപോലെ 1 by 2 raised to I എത്ര ടേംസ് ഉണ്ടാവും, 2 raised to I ടേംസ് ഉണ്ടാവും. ഈ 1 by 2ൻ്റെ 2 ടേംസും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടുക, 1 കിട്ടും. 1 by 4ൻ്റെ 4 ടേംസും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടുക, 1 by എന്താ വരിക 1 തന്നെ അല്ലേ, 1 by 2 plus 1 by 2 1. ഇതേപോലെ 4 1 by 4 ചേർന്നാൽ 1 വരും. 2 raised to I 2 raised to I എണ്ണം 1 by 2 raised to I ചേർന്ന് കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, അപ്പോൾ ഓരോ ടേമും ഇതിൻ്റെ ഈ സീരീസിൻ്റെ 1 ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ nth ടേം എടുക്കുകയാണെങ്കിൽ ദ nth ടേം of nth term of the nth term tends to 0 as n tends to infinity. 1 by 2 raised to അല്ലേ, nth term 1 by 2 raised to I 2 raised to n ആണ് വരിക, as n tends to infinity എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ പിന്നെ ഈ അതായത് 1 by 2 raised to വലിയ നമ്പർ ആണെന്ന് വെച്ചാൽ ടെൻസ് ടു 0 ആണ്. nth ടേം ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഈ സീരീസിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 plus 1 by 2 plus 1 by 2 1 ആണ്. 4 1 by 4 തന്നാൽ 1 ആണ്. അതുപോലെ 1 by 2 raised ഇങ്ങനെ പറഞ്ഞാൽ 1 ആണ്, ഇങ്ങനെ വരും. ഈ സീരീസോ this is a this series diverges അല്ലേ, പിന്നെ that is equal to എന്താ വരിക നമുക്ക് ഇൻഫിനിറ്റി എന്ന് വരും. therefore the series diverges. അപ്പോൾ nth ടേം ഇവിടെ എന്താ ഉണ്ടാവുന്നത്, nth ടേം tends to 0, 1 by 2 raised to n ആണ് nth ടേം വരുന്നത്. nth ടേം tends to 0 as n tends to infinity, but the series diverges. അപ്പോൾ നമുക്ക് ഈ പിന്നെ ഡൈവർജൻസിൻ്റെ ടെസ്റ്റായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. അതായത് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവർജൻസ് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഇഫ്
limit n tends to infinity an not equal to 0. Nth term does not tends to 0 as n tends to infinity, then എന്ത് പറയാം നമുക്ക് സിഗ്മ n ഈക്വൽ ടു 1 to infinity an ഡൈവേർജസ് എന്ന് പറയാം. മനസ്സിലായോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ nth ടേം 0 ആയില്ല എങ്കിൽ സീരീസ് ഡൈവർജൻ്റ് ആവും നമുക്ക് പറയാം. അതായത് എക്സാമ്പിളായിട്ട് കൺവെർജൻ്റ് ആണെന്ന് വെച്ചാൽ 0 ആയിരിക്കും. ഇപ്പോൾ 0 ആയതുകൊണ്ട് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 0 അല്ലെങ്കിൽ nth ടേം നോട്ട് ടെൻസ് ടു 0 അല്ല എങ്കിൽ ഡൈവർജസ് എന്ന് പറയാൻ പറ്റും. അത്രേ പറയാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ട് ഡൈവർജൻസിന് ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കി നോക്കൂ. ഇങ്ങനെ സിഗ്മ n ഈക്വൽ ടു 1 to infinity t സ്ക്വയർ ടെസ്റ്റ് തന്നു. ഇങ്ങനെ ഇത് തന്നോന്ന് ചോദിക്കാം. i ഈക്വൽ ടു 1 to infinity. അപ്പോൾ എന്താ വരിക അവിടെ? an എന്താണ്? ടി സ്ക്വയർ അല്ല, എൻ സ്ക്വയർ. ഓക്കെ, എൻ സ്ക്വയർ. an എന്താണ്? എൻ സ്ക്വയർ. എൻ സ്ക്വയർ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. nth ടേമായ എൻ സ്ക്വയർ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് പറയാം? therefore സിഗ്മ n ഈക്വൽ ടു 1 to infinity n സ്ക്വയർ ഡൈവർജസ്. nth ടേം ഡസ് നോട്ട് ടെൻസ് ടു 0. അപ്പോൾ അത് ഡൈവർജസ് എന്ന് പറയാം. അടുത്തത് സിഗ്മ i ഈക്വൽ ടു 1 to infinity i plus 1 divided by i. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ നോക്കൂ. ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി i plus 1 by i ഈക്വൽ ടു ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി. n ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് വരെ i ടെൻസ് ടു ഇൻഫിനിറ്റിയും പറയാം നമുക്ക് അല്ലേ? i by i എന്ന് വെച്ചാൽ 1 plus 1 by i എന്ന് വരും. 1 plus 1 by i അല്ലേ? 1 plus 1 by i. i ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എന്തിലോട്ടാണ് വരിക? 1 plus 1 by infinity എന്ന് വരും. 1 by infinity എന്താണ്? 0 ആണ്. അപ്പോൾ 1 ആ വരിക. ടെൻസ് ടു 0 ആണോ? അല്ല, നോട്ട് ടെൻഡിങ് ടു 0. therefore എന്ത് പറയാം? therefore the series sigma i equal to 1 to infinity i plus 1 by i diverges എന്ന് പറയാം. മനസ്സിലായോ? nth ടേം എടുക്കുക, അത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ 0 ആവുന്നുണ്ടോ നോക്കുക. 0 ആവുന്നില്ല എങ്കിൽ ഉടനെ പറയാം ഡൈവർജസ് എന്ന്. ഓക്കെ, കൺവെർജ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി നമുക്കിത് പറ്റില്ല. ഓക്കെ, സിഗ്മ i ഈക്വൽ ടു 1 to infinity മൈനസ് 1 റേസ് ടു i പ്ലസ് 1. ഇതെന്താ? ഇവിടെയും ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai എന്താ വരിക? ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai ഈക്വൽ ടു ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു i പ്ലസ് 1. i ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ വരിക? നമുക്ക് ഒന്നിലോ പ്ലസ് 1 വരാം, അല്ലെ മൈനസ് 1 വരാം അല്ലേ? i ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. One raised to infinity does not exist. Therefore, series ഇതുപോലെ എന്ത് പറയാം നമുക്ക്? -1 raised to i plus 1 ഡൈവർജസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. സിഗ്മ n ഈക്വൽ ടു 1 to infinity -n by 2n plus 5. ഇതുപോലെ നമ്മൾ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി minus n by nth term 2n plus 5 എന്താ വരിക? that is equal to limit n tends to infinity negative n by denominator n പുറത്തോട്ട് എടുത്താൽ 2 plus 5 by n എന്ന് വരും. ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. n tends to infinity ആകുമ്പോൾ 5 by n tends to 5 by infinity 0 വരും. അപ്പോൾ minus 1 by 2 എന്ന് വരും. not equal to 0 അല്ലേ? 0 ആവുന്നില്ല. 0 അല്ല വെച്ചാൽ ഉടനെ ഡൈവർജസ് എന്ന് പറയാം. therefore
സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity n by 2n plus 5 diverges എന്ന് പറയാം. ഓക്കെ, diverges എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാണ്ട് അത് പിന്നെ ചെയ്യാം.